ഇന്ന് ഈ കോട്ടയം പട്ടണം ഇത്രയും അധ്യാപകരുടെ വേദന കൊണ്ട് നിറയുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും മനസ്സാക്ഷിയുള്ള ഏതൊരു ജനനേതാവും ഏതൊരു ഭരണകർത്താവും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ ഒരു വലിയ സമരം ഇവിടെ നടത്തപ്പെടുന്നത് എന്ന് ആലോചിക്കണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളി അതിൻ്റെ ഉള്ളടക്കത്തിൽ മാത്രമല്ല, അതിൻ്റെ 4 ഭിത്തികൾക്കുള്ളിൽ ഉതകുന്ന ഒരാധ്യാത്മികതയല്ല കത്തോലിക്ക സഭ, ക്രിസ്തീയ സഭ മുന്നോട്ട് വയ്ക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും വാത്സല്യവും അവൻ്റെ മനുഷ്യത്വപരമായ ഇടപെടലുകളും പൊതുസമൂഹത്തിന് നൽകി ഇവിടെയുള്ള സർവ്വരെയും ദൈവോന്മുഖരാക്കുവാൻ, മാനുഷികമായ നന്മകൾ കൊണ്ട് സമ്പന്നരാക്കുവാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസപരമായും ആതുര സേവനപരമായും സാമൂഹ്യപരമായുമുള്ള അനേകം ഇടപെടലുകൾ കത്തോലിക്ക തിരുസഭയും ക്രിസ്ത്യൻ സഭകളും മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെല്ലാം ആകത്തുക സത്യത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്നവനെ സഹോദരനായി തിരിച്ചറിയുവാനായിട്ടുള്ള, അവൻ്റെ വേദനയിലും ഭാരത്തിലും അവനോടൊപ്പമായിരിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും പ്രതിജ്ഞാബദ്ധതയുമാണ് അവിടെ നിലനിർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ പ്രതിഷേധ ഈ റാലി ഈ പൊതുസമൂഹത്തിൻ്റെ കണ്ണുകളെ തുറപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അധ്യാപകര് കലാലയങ്ങളിലും ക്ലാസ് മുറികളിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും മൂല്യബോധവും നൽകി പൗരബോധമുള്ളവരായിട്ട് അവരെ വളർത്തിയെടുക്കേണ്ടതായ വലിയ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഈ തെരുവുകളിൽ നടന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ സത്യത്തിൽ നമ്മളുടെ ഈ ഭരണകർത്താക്കൾ കണ്ട് അതിൽ ലജ്ജിക്കേണ്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വിഷയത്തിലും ഒരു പ്രതിഷേധപരമായ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും അവസാനമായ ഭാഗമാണ്. ഇതിനോടകം തന്നെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഈ കേരളത്തിലെ ക്രിസ്തീയ സമുദായങ്ങള്, ആ മാനേജ്മെന്റുകള്, എന്നാൽ അവരെ അത് നോക്കുകുത്തികളാക്കി മാറ്റിക്കൊണ്ട് അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നതായ അധ്യാപകരെ യാതൊരു വിധമായും പരിഗണിക്കില്ല എന്ന് അതാ നീതിപീഠങ്ങൾ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത് ചെയ്യാതിരിക്കുന്നത് നീതി നിഷേധമല്ലെങ്കിൽ പിന്നെന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. നിങ്ങൾക്കറിയാം, നമ്മളുടെ വളർന്നു വരുന്ന തലമുറ എപ്രകാരം അവര് മൂല്യബോധത്തിലും നീതിബോധത്തിലും പൗരബോധത്തിലും വളരേണ്ടതാണ് എന്ന്. ക്ലാസ് മുറികളുടെ ഉള്ളിൽ മാത്രം തങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധ്യാപകരുടെ കലാകാലങ്ങളിലുള്ള, പ്രത്യേകിച്ച് 2018 ശേഷമുള്ളതായ കാലങ്ങളിലെ വളരെയേറെ സങ്കടകരമായ ഈ സങ്കടകരമായ ഈ അവസ്ഥ അത് കണ്ട് അതിന് ഉത്തമമായ നിലപാടുകൾ എടുത്ത് സമൂഹത്തെ അനുഗ്രഹിക്കണം, സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടെത്തിക്കണമെന്നാണ് നമ്മളെല്ലാവരും ഈ ഒരു സമരത്തിലൂടെ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്: ജസ്റ്റിസ് വിൽ നോട്ട് ബി റിയലൈസ്ഡ് അൺടിൽ ദ അൺഅഫക്റ്റഡ് ഗെറ്റ് ഔട്ട്റേജ്ഡ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നീതി യഥാർത്ഥത്തിൽ നടപ്പാകുന്നത് നീതി നിഷേധിക്കപ്പെട്ടവർ മാത്രം സ്വരമുയർത്തുന്നതിലല്ല, മറിച്ച് ആ ഒരു കാര്യത്തിൽ ഒരു തലത്തിലും ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും സ്വരം ഒരേപോലെ ഉയരുമ്പോഴാണ് സത്യത്തിൽ നീതി അത് സംജാതമാകുന്നത്. നമ്മളിവിടെ പ്രിയപ്പെട്ട അധ്യാപകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെയാണ് അവർ പഠിപ്പിക്കുന്നത്. അവർ വേറെ ഏതെങ്കിലും നാട്ടിലെ കുഞ്ഞുങ്ങളെ അല്ല പഠിപ്പിക്കുന്നത്.
നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, എന്നെ കേൾക്കുന്നവരെ, നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ നീതിയുടെ വിഷയം അതെത്രയും പെട്ടെന്ന് അത് സമുചിതമായി പരിഹരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ അധ്യാപകരുടെ വളരെ ദീനതയാർന്ന ജീവിതക്രമം അറിയേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു പ്രിയപ്പെട്ട മകൻ പറഞ്ഞത് ഇവിടെ പങ്കുവയ്ക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുകയാണ്, പിതാവെ, ശമ്പളം കിട്ടിയിട്ട് ഏറെ നാളുകളായി ഞാൻ തട്ടുകട നടത്തിയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര ദയനീയമായ ഒരവസ്ഥയാണ്. നമ്മൾ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ അധ്യാപകർ ഒരുപക്ഷെങ്കിൽ വെടിപ്പുള്ള വസ്ത്രവും അതുപോലെ അതിന് ചേരുന്നതായ ഒരു വസ്ത്രവും ധരിച്ച് മുഖത്ത് പുക്കിരിയുമായിട്ട് അവർ കടന്നു വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കത്തുന്ന ഈ വേദന ഈ സമൂഹം തിരിച്ചറിയണം. പ്രത്യേകിച്ച് നമ്മളെ ഭരിക്കുന്നതായ ആളുകൾ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞു. ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താലും ഒരു കാരണവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നൂലാമാലകളിൽ തട്ടി ഈ ഇതുപോലുള്ളതായ നിയമനങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നതായ രീതികൾ. കാരണം അവർക്കൊന്നും പോകാനില്ലല്ലോ. അവർക്കെന്താണ് പോകാനുള്ളത്? അവർക്കുള്ള ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരതത്തിന്റെ സുപ്രീം കോടതി വിധിച്ച ഈ വിധി നടപ്പാക്കി നീതി പ്രിയപ്പെട്ടതായ നമ്മുടെ അധ്യാപകർക്ക് നൽകി അവരെ വീണ്ടും അനുഗ്രഹിക്കുവാനായിട്ടുള്ളതായ ഈ പ്രതിഷേധ റാലി, അത് എല്ലാ തരത്തിലും വളരെയേറെ വിലയേറിയതാണ്. നമുക്കറിയാം, ഒരു ജനാധിപത്യ രാജ്യത്തില് അവിടെ അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത് കൊണ്ടായിരിക്കരുത് ആ നീതിയുടെ വിഷയങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടത്. ഒരു ജനാധിപത്യത്തിൽ എല്ലാവർക്കും നീതി ഉറപ്പാക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്നതായ, ഈ സംസ്ഥാനം ഭരിക്കുന്നതായ, ഈ പ്രത്യേകമായ സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതായ അധികാരികളാണ്. അവരത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അവശേഷിച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഈ നൊമ്പരവും ഈ വേദനയും നമ്മളുടെ അവകാശങ്ങളും ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തി അത് സാധ്യമാക്കുന്നത് വരെയുള്ള നമ്മുടെ പോരാട്ടം തുടരുക എന്നുള്ളത്. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം, നമ്മുടെ അധ്യാപകര്, നിങ്ങൾ ഓരോരോ സങ്കടങ്ങളും നൊമ്പരങ്ങളുമായി നമ്മളുടെ കോർപ്പറേറ്റ് ഓഫീസുകളിലേക്ക് കയറി വരുമ്പോൾ ഒന്നും പറയാനില്ലാതെ വീണ്ടും വീണ്ടും നമ്മളുടെ അധികാരികളെ കണ്ട് കേട്ട് അവരോട് സംസാരിച്ച് വിഷയം പരിഹരിക്കാനായിട്ട് മുന്നോട്ട് പോകുന്ന ഓരോ അവസരത്തിലും ഏറ്റവും അവസാനമായി ആ കാര്യങ്ങൾ ഇനി നടക്കില്ല എന്നുള്ള തരത്തിൽ നമ്മൾ വിശ്വസിച്ചതായ നമ്മളുടെ ഈ അധികാരികള്, ഗവൺമെന്റ് നമ്മളോട് കാട്ടിയതായ ഈ വിവേചനം, ഈ നീതി നിഷേധം സത്യത്തിൽ പ്രതിഷേധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് നമുക്ക് ലഭിച്ച് നമ്മൾ ഇവിടെ നിന്ന് മാറുകയുള്ളൂ. കാരണം ഇത് ആരെങ്കിലും തരുന്ന ഒരു അവകാശമല്ല. അധ്വാനിക്കുന്നവന് അവന് വേണ്ടതായ അർഹതപ്പെട്ടതായ കൂലി അവന് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ള ആ വലിയൊരു സിദ്ധാന്തമാണല്ലോ നമ്മളുടെ ഭരണാധികാരികൾ സത്യത്തിൽ പുലർത്തുന്നത്. ആയതുകൊണ്ട് 8 വർഷമായി, 6 വർഷമായി, 5 വർഷമായിട്ടൊക്കെ ഒരു തലത്തിലും അവർക്ക് ജോലി ചെയ്തതിൻ്റെ ഒരു ചില്ലിക്കാശ് പോലെ ലഭിക്കാത്തതായ സാഹചര്യത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ സമാദരണീയനായ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന ഒരു വലിയ സാഹിത്യകാരനുണ്ടായിരുന്നു. നമ്മളുടെ ഈ സാംസ്കാരിക ലോകത്തിന്, കേരളത്തിന് വളരെ വിലയേറിയതായ ഒരു വ്യക്തിത്വം. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, നാം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലെ അതിൻ്റെ ബലമെന്ന് പറയുന്നത് എവിടെയാണ്? ആ വസ്ത്രത്തിലെ ഏറ്റവും വിലക്കുറവുണ്ടെന്ന് തോന്നുന്നതായ ആ നൂലിലാണ് സത്യത്തിൽ ഈ വസ്ത്രത്തിന്റെ ബലം ഇരിക്കുന്നത്. വളരെ ചിന്തനീയമായ ഒരു കാര്യമാണ്. ആ നൂല് പൊട്ടിപ്പോയാൽ സത്യത്തിൽ ഈ വസ്ത്രം കീറും. ആ നൂല് പൊട്ടിപ്പോയാൽ ഈ വസ്ത്രത്തിന് പിന്നെ ഉപയോഗമില്ലാതാവും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിഷ്കരണം ഈ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്ന ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ അധ്യാപകര് ഈ സമൂഹത്തിന്റെ ഊടും പാവും നെയ്യുവാനായിട്ട് ബദ്ധശ്രദ്ധരായി സമർപ്പിതരായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
അവരെ ഇപ്രകാരം ബലഹീനരാക്കുന്നത് നമ്മുടെ ഈ സംവിധാനങ്ങളെ ഭാരപ്പെടുത്തുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ ഏജൻസികൾക്ക് ഇപ്രകാരമുള്ളതായ അവകാശങ്ങൾ കൊടുത്ത് ക്രൈസ്തവരായ നമ്മളുടെ അധ്യാപകരെ മാറ്റി നിർത്തി അവർക്ക് വേതനം കൊടുക്കില്ല എന്നുള്ള തരത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ ക്രമം അങ്ങനെ തീരുമാനിക്കുന്നതിലെ നീതി നിഷേധം പ്രിയപ്പെട്ടവരെ എത്ര വർണ്ണിച്ചാലാണ് മതിയാവുക. ഇതിൽ കൂടുതൽ വാക്കുകളല്ല, മറിച്ച് നമ്മുടെ പ്രവർത്തനമാണ്. പക്ഷെ ഇതിലെല്ലാം നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവരാണ്. നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ തിരിഞ്ഞു പോകില്ല. എന്നാൽ അതിന് തത്തുല്യമായ പരിഗണനയും അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഇത്രയും ശ്രേഷ്ഠമായ നിലയിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന നമ്മുടെ അധ്യാപകരെ ചേർത്ത് നിർത്താനായിട്ടുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ്. പ്രിയ മക്കളെ, നിങ്ങളുടെ വേദനയിലും സങ്കടത്തിലും കേരളത്തിലെ മുഴുവൻ മെത്രാന്മാരും മുഴുവൻ പിതാക്കന്മാരും തിരുവേലിമാരും നിങ്ങളോടൊപ്പമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എത്രയും പെട്ടെന്ന് നീതി ലഭിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് വീണ്ടും അധികാരികളുമായി സംസാരിക്കുവാനും വീണ്ടും അവരെ കാണുവാനായിട്ടും ഒക്കെ പരിശ്രമിച്ചിട്ടുള്ളത്. അതെല്ലാം സത്യത്തിൽ പാഴായിപ്പോയി എന്നുള്ള ദുഃഖത്തിൽ തലതാഴ്ത്തുകയാണ് ഞങ്ങൾ. പ്രിയ മക്കളെ, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഈ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോകുന്ന ഒരു വിഷയമേ ഇല്ല. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് നമ്മുടെ അധികാര വൃന്ദത്തോട് പറയാനുള്ള ഒരു എളിയ അഭ്യർത്ഥന ഇതാണ്: ഈ മക്കളെ ഇനി തെരുവിൽ നടത്തിക്കരുത്. ഈ അധ്യാപകരെ ഇനിയും തട്ടുജോലി, അത് മോശമായതുകൊണ്ടല്ല, നമ്മളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ള സമയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചിലവഴിക്കാൻ പാടുള്ളതല്ല. അവരുടെ മാന്യമായ വേതനം അവർക്ക് നൽകി അവരെ ഈ സമൂഹത്തിൻ്റെ കൃത്യമായ ആ രൂപീകരണത്തിൽ മുന്നണി പോരാളികളാക്കി മാറ്റുവാൻ തീർച്ചയായിട്ടും പരിശ്രമിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ പ്രതിഷേധ പരിപാടി, ഈ റാലി, നമുക്കറിയാം ഏതാണ്ട് 5000-ലധികം അധ്യാപകരാണ് ഇവിടെ അണിനിരക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. 5000-ലധികം അധ്യാപകരെ, പഠനമുള്ളതായ, ഡോക്ടറേറ്റ് ഉള്ളതായ ഈ കുഞ്ഞുങ്ങളെ നേരായ നിലയിൽ പഠിപ്പിക്കാനും അവരെ രൂപീകരിക്കാനും കഴിയുന്ന വലിയ ശേഷിയുള്ള നമ്മുടെ അധ്യാപകരെ ഈ പൊരുംവെയിലില് ഇപ്രകാരമുള്ളതായ ഒരു പ്രതിഷേധം ഇവിടെ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കരുത്. അത് നടിക്കാൻ പാടില്ല. അതൊരിക്കലും ശരിയുമല്ല. നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്നും പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ളതായ നമ്മുടെ ആ ഒരു വലിയ മനോഭാവം, അവിടെ നാനാജാതി മതസ്ഥരായിരിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് നിർത്തി ഒരുപോലെ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ വലിയ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ഈ വലിയ സങ്കടം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണം. അതിനായിട്ട് നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്.